പോണപ്പോ തൊണ്ടയാട് ബൈപ്പാസിന്റെ അവിടെ കാറ് നിർത്തി. അപ്പന്റെ മോൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, പക്ഷേ നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ നന്നാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചു നോക്കാം, എന്റെ ആഗ്രഹം എന്താന്ന് എന്നോട് ചോദിച്ചു. അത് ശരിയല്ലേ, അത് എട്ടടിക്കല്ലേ വരുന്നേ, ചോദിച്ചില്ലല്ലോ. കുറ്റബോധം അടങ്ങാനാവാതെ ഞാൻ ഓരോട് തിരിഞ്ഞ് കൊണ്ടയാട് ബൈപ്പാസ് പറയാം അംജദിന എന്താ എന്റെ പ്രശ്നം. അപ്പൊ അംജദിന പറയട്ടോ, എന്നോട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്താവാൻ ആഗ്രഹം. ഞാൻ എന്താവലോ അവൻ പറയാ, ആംബുലൻസിന്റെ ഡ്രൈവർ. എനിക്ക് പെട്ടെന്ന് ഒരാൾ ദേഷ്യവും ഉള്ളിലൊരു ചെറിയ സങ്കടവും ചെറിയ സന്തോഷമായി. ഞാൻ വിളിച്ചിട്ട് എന്തിനാ ആംബുലൻസിന്റെ ഡ്രൈവറാണ്. ഓൻ പറയട്ടോ, അതാവുമ്പോ പിന്നെ നമ്മളിങ്ങനെ ബൈപ്പാസിൽ നിർത്തണ്ടല്ലോ, അങ്ങോട്ടാണ് പോകാനോ. ഓന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഓൻ ഗോള് കണ്ട്. അത് നമ്മളവിടെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം, ഞാൻ രാവിലെ സംസാരിച്ച വലിയ മോൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മോനോട് ഡ്രൈവർ എന്നാണ്. അപ്പൊ ഇവന്റെ പൂതി എന്താന്ന് പറയുമോ, ഡ്രൈവർ ആകണം മോൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഡ്രൈവർ ആയപ്പോഴാണ് ബ്ലോക്കിൽ കുടുങ്ങി. ബ്ലോക്കിൽ കുടുങ്ങാതെ പോയ ഡ്രൈവർ ഏതാ? ആംബുലൻസിന്റെ ഡ്രൈവർ. ഇപ്പൊ ആംബുലൻസിന്റെ ഡ്രൈവർ അവിടെ നിർത്തണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആവരുത് നമ്മളുടെ ഗോള്. നമ്മുടെ ഡ്രീമും ഗോളും പാഷനും അങ്ങനെയാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞു തുടങ്ങിയാലാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ചില കോഴ്സുകളാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കോഴ്സിനെ കുറിച്ച് എന്നോട് ചോദിക്കാം, ഞാൻ പറയും. എല്ലാം എനിക്ക് അറിയുന്നില്ല. ഞാൻ വിക്കിപീഡിയ, ഗൂഗിൾ, പിന്നെ മറ്റേ ചാറ്റൊക്കെ ഉണ്ടല്ലോ, ചാറ്റ് GPT ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എല്ലാം എനിക്കറിയാം. പക്ഷെ അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചത് ഞാൻ റിപ്ലൈ തരും. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരും, നിങ്ങൾക്ക് റിപ്ലൈ തരും. പക്ഷെ നമുക്ക് കുറച്ച് കോഴ്സുകൾ അറിയണം. ഹ്യൂമാനിറ്റീസ് എടുത്തവരൊക്കെ കൈ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കൊമേഴ്സ് ഓക്കെ, വെരി ഗുഡ്. സയൻസ് ഓക്കെ, വെരി ഗുഡ്. ഹ്യൂമാനിറ്റീസ് എടുത്തവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ്